എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്, കൂൾ ഓഫ് ടൈമാണ്. ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഈ സമയം വിനിയോഗിക്കണം. ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് ഉത്തരം എഴുതണം. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 4 മാർക്കാണ് കിട്ടുക. ഓക്കെ. നന്മ നമുക്കതേ ഉള്ളൂ ഗുരുകടാക്ഷം കൂടാതെ. ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും. അടിവരയിട്ട പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? അപ്പോൾ ഗുരുകടാക്ഷം എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥമാണ് നമ്മൾ എഴുതേണ്ടത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഗുരുവും കടാക്ഷവും, ഗുരുവിൻ്റെ കടാക്ഷം, ഗുരുവാകുന്ന കടാക്ഷം, ഗുരുവായ കടാക്ഷം. ഇതിൽ ശരിയായ ഉത്തരം എന്താണ്? ഗുരുവിൻ്റെ കടാക്ഷം. ഗുരുവിൻ്റെ കടാക്ഷം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. പേരക്കുട്ടികൾക്ക് വിളമ്പിക്കൊടുക്കുന്ന കഞ്ഞിയിൽ കണ്ണീരുപ്പ് എത്ര വീണലിഞ്ഞിട്ടുണ്ടെന്നും അമ്മയ്ക്കറിയില്ല. കണ്ണീരുപ്പ് എന്ന പദം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥസൂചന എന്ത്? അമ്മമ്മയുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, അമ്മമ്മയുടെ ദുഃഖവും ദുരിതവും, അമ്മമ്മയുടെ ലാളനവും വാത്സല്യവും, അമ്മമ്മയുടെ സ്നേഹവും കരുതലും. കണ്ണീരുപ്പ് എന്ന പദം ഈ സന്ദർഭത്തിന് നൽകുന്ന അർത്ഥസൂചന എന്താണ്? അമ്മമ്മയുടെ ദുഃഖവും ദുരിതവുമാണ്. അമ്മയുടെ ദുഃഖവും ദുരിതവുമാണ്. ഇനി അടുത്ത നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. മഴയില്ല പിരിച്ചെഴുതുമ്പോൾ മഴ ഇല്ല, അത് ശരിയാണ്. വണ്ടിയില്ല, വണ്ടി പ്ലസ് ഇല്ല, ശരിയാണ്. തേവി പ്ലസ് തേവി, തേവി തേവി. ഓക്കെ. പൊതി അഴിച്ച്, പൊതി അഴിച്ച്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് തേവി തേവിയാണ്. ദേവി തേവി ഇവിടെ ദ്വിത്വസന്ധ്യയാണ്, മറ്റേതെല്ലാം ആഗമസന്ധ്യയാണ്. അതായത് മഴയില്ല, ഇവിടെ യാ ആഗമിച്ചു. വണ്ടിയില്ല, വണ്ടി യാ ആഗമിച്ചു. പൊതി അഴിച്ചു, യാ ആഗമിച്ചു. പക്ഷെ തേവി തേവി എന്നുള്ളതിൽ ദ്വിത്വസന്ധ്യയാണ്, അതായത് താ ഇരട്ടിച്ചതാണ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് തേവി പ്ലസ് തേവി തേവി അതാണ്. ഇനി അടുത്തത്, എനിക്ക് മഴയേക്കാൾ ഇഷ്ടം കാർമുകിലാണ്. മുകിൽ എന്ന പദത്തിന് സമാനമായ പദമേത്? മുകിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം, ആകാശം, കാറ്റ്, മഴ. മുകിൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മേഘം എന്നാണ് മേഘം എന്നാണ് മുകിൽ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇനി അടുത്തത് നോക്കുക. മാതൃക പോലെ എഴുതുക. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം, വ്യവസായത്തെ സംബന്ധിക്കുന്നത് വ്യാവസായികം. എന്താണ്? വ്യാവസായികം. ഓക്കെ. ഇനി അടുത്ത നോക്കാം. അതിൽ 12 അംഗങ്ങളുടെ ചോറും വഴിയാത്രക്കാരുമാണ് തട്ടുന്നത്. മെസ്സി പന്ത് തട്ടുന്നത് കാണാൻ നല്ല രസമാണ്. അടിവരയിട്ട പദങ്ങൾ സന്ദർഭത്തിന് നൽകുന്ന അർത്ഥവ്യത്യാസങ്ങൾ എഴുതുക. ഇവിടെ അർത്ഥവ്യത്യാസം എന്തിനാണ്? തട്ടുന്നത്. അതായത് ആദ്യത്തെ എന്താണ്? വഴിയാത്രക്കാരാണ് തട്ടുന്നത് എന്നതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭക്ഷണം കഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വഴിയാത്രക്കാരാണ് തട്ടുന്നത് എന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് പന്ത് തട്ടുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത്, സാന്ദീപനി ഗൃഹേ പണ്ട് സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. നൽകിയ ഈരടിയുടെ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക. അപ്പോൾ സമാന താളത്തിലുള്ള വരികൾ ഏതാണ്? 4 വരികൾ തന്നിട്ടുണ്ട്. സമാന താളത്തിലുള്ള വരി എന്ന് പറയുന്നത് ഉത്തരം, ചിന്നിയ പൂങ്കുലകളെല്ലാം പട്ടുതൊങ്ങൽ ചൂഴും ഒരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ. ഓക്കെ. ഇനി അടുത്തത്, പത്തായം കാലിയായി പേടി സ്വപ്നം പോലെ തൂങ്ങിയിരിക്കുന്ന കാലവർഷവും, കരി ഇട ചേർന്ന കണ്ടങ്ങളിൽ വിരിപ്പുവിള കാറ്റാടി നിൽക്കുകയാണ്. പൂക്കളും ആണ്ടർതികളും. വാക്യങ്ങളിൽ തെളിയുന്ന കർക്കട മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പത്തായം കാലിയായി, അല്ലേ? പേടി സ്വപ്നം പോലെ തൂങ്ങി നിൽക്കുന്ന കാലവർഷവും, കരീട ചേർന്ന കണ്ടങ്ങളിൽ വിരിപ്പുവിള കാറ്റാടി നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കർക്കടകം എന്ന് പറയുന്നത് ഒരു കഷ്ടകാല മാസമാണ്, പഞ്ഞമാസമാണ്. കർഷകർ കയ്യിലുള്ളതെല്ലാം കൃഷിക്കായി ചെലവാക്കി ഇരിക്കുകയാണ്. നിർത്താതെ പെയ്യുന്ന മഴയും ദാരിദ്ര്യവും കർഷകൻ്റെ മനസ്സിൽ ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കരിനിഴൽ വീഴ്ത്തുന്ന കാലമാണ് കർക്കടക മാസം.
അപ്പോൾ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതിൽ പറയുന്നത്. അതായത് കർഷകന് കയ്യിലുള്ളതെല്ലാം കൃഷിക്കായിട്ട് ചിലവാക്കിയിരിക്കുകയാണ്. അപ്പോൾ കയ്യിൽ പൈസ ഇല്ല, നിർത്താതെ പെയ്യുന്ന മഴയും ദാരിദ്ര്യവും കർഷക മനസ്സിൽ ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കരിനിഴൽ വീഴ്ത്തുന്ന കാലമാണ് കർക്കിടക മാസം. ഇനി അടുത്തത് 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. 4 സ്കോർ വീതമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒടുവിൽ കൽപ്പാലക്കടവിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എത്തുമ്പോഴേക്കും നമ്പ്യാതിക്ക് ഖുർആനെ പറ്റി അല്പം അറിയാം. ജോത്സ്യന് പറവൂരെ ഗൃഹസ്ഥന്മാരെ പറ്റി നല്ലതുപോലെ അറിയാം. ഗൃഹസ്ഥന് പെരുങ്ങനാട്ടെ മരിച്ചീനി കൃഷിയെക്കുറിച്ച് വിവരിച്ചറിയാം. യോഗിക്ക് അംബാസമുദ്രത്തിലെ ഒരു നല്ല ചിന്താർമണി വൈദ്യൻ്റെ പാടവത്തെ പറ്റി ധാരാളം അറിയാം. വഴിയാത്ര. ഇത്തരത്തിൽ ഹൃദ്യമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ഇന്നത്തെ യാത്രകൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. പരസ്പരം അടുത്തിടപഴകിയും വിശേഷങ്ങളും വിവരങ്ങളും പങ്കുവച്ചാണ് പഴയ കാലത്ത് വള്ളത്തിലും മറ്റും മനുഷ്യർ യാത്ര നടത്തിയത്. നാനാജാതി മതസ്ഥരായ ആളുകൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പെരുമാറിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഹൃദ്യമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ഇക്കാലത്തെ യാത്രകൾക്ക് സാധിക്കുന്നില്ല. വേഗമേറിയ വാഹനങ്ങളിൽ നടത്തുന്ന ഇന്നത്തെ യാത്രകളിൽ യാത്രക്കാർ വേഗത്തിൽ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ആരെയും ആശ്രയിക്കാതെയും ഇടപഴകാതെയും അവനവനിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടിയാണ് ഇക്കാലത്തെ യാത്രകൾ. സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന യാത്രകൾക്ക് എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താനാണ് തിടുക്കം. അടുത്ത ചോദ്യം നോക്കാം. കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡൻ ഉദിച്ചതും മറന്നില്ലല്ലി സാന്ദ്ര സൗഹൃദം. ശ്രീകൃഷ്ണനും കൂട്ടുകാർക്കും പേടി തോന്നിയ സന്ദർഭമെന്ത് വിവരിക്കുക. ഈ സന്ദർഭം ഏതാണ്? ശ്രീകൃഷ്ണനും കുചേലനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് വിദ്യ അഭ്യസിച്ചിരുന്ന കാലം. ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശമനുസരിച്ച് അവർ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയി. വിറകൊടിച്ച് കെട്ടിവെച്ചപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. കൂരിരുട്ടിനൊപ്പം പെട്ടെന്നുണ്ടായ പേമാരിയും കൊടുങ്കാറ്റും അവരെ വല്ലാതെ പേടിപ്പെടുത്തി. കൂരിരുട്ടിൽ കൂട്ടുകാർ എവിടെയാണെന്ന് ഊഹിച്ച് അവർ ഒരുമിച്ച് പറന്നു പോകുമെന്ന് തോന്നിയ കാറ്റത്ത് അവർ ഒരു അഭയസ്ഥാനം കണ്ടെത്തി. നേരം വെളുക്കുന്നത് വരെ കൈകൾ കോർത്ത് പിടിച്ചിരുന്നു. ഇനി അടുത്തത് 11ാമത്തെ ചോദ്യം. വർണ്ണത്തിളപ്പിൻ്റെ ലോകം വളരെ പെട്ടെന്ന് അവരെ മാറ്റിമറിക്കും. വെയിലിലൂടെ നടന്ന് നിറം മങ്ങിയ അമ്മമ്മയുടെ സാരിയിലേക്ക് വെറുപ്പോടെ അവർ നോക്കും. അമ്മമ്മ എന്ന പാഠഭാഗത്തിലെ ഒരു വരിയാണിത്. വർണ്ണത്തിളപ്പിൻ്റെ ലോകം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇവിടെ വർണ്ണത്തിളപ്പിൻ്റെ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? വർണ്ണത്തിളപ്പിൻ്റെ ലോകം എന്നാൽ നിറപ്പകട്ടിൻ്റെ ലോകം എന്നാണ് അർത്ഥം. പുറം മോടിയുടെ പ്രലോഭിപ്പിക്കുന്ന ഈ ലോകത്ത് മൂല്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. നിറം മങ്ങിയവയ്ക്കും ഇവിടെ സ്ഥാനമില്ല. ഈ ലോകത്തിലേക്കാണ് അമ്മമ്മയുടെ പേരക്കുട്ടികളും വളർന്നു വരുന്നത്. തങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മമ്മയുടെ നിറം മങ്ങിയ സാരിയും ഒഴിഞ്ഞ കാതുകളും വിണ്ടുകീറിയ പാദങ്ങളുമെല്ലാം അവരിൽ വെറുപ്പുളവാക്കും. കാരണം അവരുടെ ലോകത്തിൽ നിറമുള്ള ആകർഷകമായ കാഴ്ചകൾക്കായിരിക്കും സ്ഥാനമുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അന്നത്തെ വർത്തമാന പത്രങ്ങളായിരുന്നു വഴിപ്പോക്കർ. വഴിയാത്രക്കാരെ വർത്തമാന പത്രങ്ങളാക്കി വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. ഗതാഗത സൗകര്യമൊന്നുമില്ലാത്ത, വാർത്താവിനിമയ ഉപാധികളോ ഇത്രത്തോളം വികസിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വണ്ടിയും വള്ളവും ഒന്നുമില്ലാത്ത കാലത്ത് കാൽനടയായിട്ടായിരുന്നു ആളുകൾ യാത്ര ചെയ്തിരുന്നത്. ചായക്കടകളും ഹോട്ടലുകളും ഒന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് പൊതിച്ചോറുകളുമായിട്ടാണ് ആളുകൾ യാത്ര പോയിരുന്നത്. പൊതിച്ചോറിൻ്റെ പരിധിക്കപ്പുറത്താണ് ലക്ഷ്യസ്ഥാനമെങ്കിൽ അരിയും സാമാനങ്ങളും കൊണ്ടുപോകുമായിരുന്നു.
പല ദേശത്തു നിന്നുള്ള ആളുകളുമായി ഇടപഴകാനും ലോകവിവരം സമ്പാദിക്കാനും ഈ യാത്രകൾ സഹായിച്ചിരുന്നു. വഴിയാത്രക്കാർക്ക് ചോറ് കൊടുക്കുക എന്നത് അന്തസ്സായി ഗൃഹസ്ഥർ കരുതിയിരുന്ന പല ദേശത്തെയും വിശേഷങ്ങൾ അവരിലെത്തിയിരുന്നത് ഈ അതിഥി സൽക്കാരത്തിലൂടെയാണ്. അതുപോലെ ആതിഥേയരുടെ മഹത്വം മറ്റു ദേശങ്ങളിൽ എത്തിച്ചിരുന്നതും വഴിപോക്കരായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ വർത്തമാന പത്രങ്ങളായിരുന്നു വഴിപോക്കർ എന്ന് ലേഖകൻ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. താപം പൂണ്ട് താനേ പുറപ്പെട്ട നേരം പേടിച്ചു കുളിർന്നു നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നതും സാന്ദ്ര സൗഹൃദം. ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും അവസ്ഥ ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന എങ്ങനെ കുറിപ്പ് തയ്യാറാക്കുക. കാട്ടിൽ വിറകൊടിക്കാൻ പോയ ശിഷ്യരെ സന്ധ്യ ആയിട്ടും കാണാത്തതിനാൽ ഭാര്യയോട് കോപിച്ച സാന്ദീപനി മഹർഷി പുലർക്കാലത്ത് തന്നെ അവരെ തിരക്കി പുറപ്പെട്ടു. അപ്പോൾ ശിഷ്യർ പേടിച്ച് വിറച്ച് വിറക് കൊണ്ട് ഗുരുവിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തെ നമസ്കരിച്ചു. ഗുരു അവരെ അനുഗ്രഹിച്ചു. ശിഷ്യരെ കാണാത്തതിലുള്ള ദുഃഖത്തോടെയും കാട്ടിൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ എന്ന ഭയത്തോടുമാണ് ഗുരു ശിഷ്യരെ തിരക്കി പുറപ്പെട്ടത്. ശിഷ്യരോട് വളരെയധികം സ്നേഹവും കരുതലുമുണ്ട് ഗുരുവിന്. ശിഷ്യന്മാരാവട്ടെ വരാൻ വൈകിയതിന് ഗുരു വഴക്കു പറയുമോ എന്ന പേടിയോടെയാണ് എത്തിയത്. കാരണം ഗുരുവിനോട് വളരെയധികം ഭയഭക്തി ബഹുമാനമുള്ളവരാണ് ശിഷ്യർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എനിക്കത് പ്രചോദനത്തിൻ്റെ നീലക്കാറാണ്. മറ്റു ചിലപ്പോൾ എൻ്റെ കാഴ്ചകളിൽ ചെറിയ ചെറിയ കൊടുമുടികളായി പ്രത്യക്ഷപ്പെടുന്ന നീലക്കാർ പർവ്വതമായി മാറുന്നു. കാർമുകലിൻ്റെ ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ഇവിടെ ചോദ്യം എന്താണ്? മേഘം ലേഖകൻ്റെ മനസ്സിൽ ഉണർത്തിയ ചിന്തകളാണ് മുകളിൽ തന്നിരിക്കുന്നത്. ഇതുപോലെ മേഘക്കാഴ്ചകളിൽ നിങ്ങളിൽ ഉളവാക്കിയ ചിന്തകൾ എന്തെല്ലാമാണെന്ന് വിവരിക്കുക. മേഘങ്ങളെ നോക്കിയിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമുള്ള കാര്യമാണ്. അതിരില്ലാത്ത ആകാശത്തിൽ ഒഴുകി നീങ്ങുന്ന അവയെ നോക്കിയിരിക്കുമ്പോൾ പലവിധ ചിന്തകളാണ് എനിക്കുണ്ടാകുന്നത്. ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും മേഘങ്ങൾക്ക് പല പല രൂപങ്ങൾ ഉള്ളതായി എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ ആനയുടെ, ചിലപ്പോൾ മനുഷ്യൻ്റെ, ചില സമയത്ത് കുന്നിൻ്റെ, മറ്റു ചിലപ്പോൾ മരത്തിൻ്റെ, അങ്ങനെ പല പല ആകൃതികൾ. നോക്കിയിരിക്കെ അവയുടെ രൂപം മാറി മറിയുന്നു. ഈ മേഘമലകളിൽ കയറി ആകാശത്തിലൂടെ സഞ്ചരിച്ചാൽ എന്തു രസമായിരിക്കും. അവിടെ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും. മേഘങ്ങൾക്ക് പിന്നിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. മേഘങ്ങൾക്കും അപ്പുറത്ത് എന്തൊക്കെയോ ആണ് ഉണ്ടാവുക എന്നറിയാനും എനിക്ക് ആഗ്രഹം തോന്നുന്നു. ആകാശത്തിലെ വെൺമേഘങ്ങൾ എന്നിൽ സന്തോഷം നിറയ്ക്കുമ്പോൾ കാർമേഘങ്ങൾ എൻ്റെ മനസ്സിൽ വിഷാദത്തിൻ്റെ മഴ പെയ്യിക്കുന്നു. ഇനി അടുത്തത് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 ചോദ്യം നമ്മൾ എഴുതണം. 2 ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. തേവി തേവി വറ്റിപ്പോയ കിണർ, കരച്ചിൽ വടുകെട്ടിയ മുഖം, ഭൂമിയുടെ കാതിൽ സങ്കടങ്ങൾ അറിയിക്കുന്ന പാദങ്ങൾ, പിന്നിക്കീറിയ പേഴ്സ്. നൽകിയ സൂചനകളും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് അമ്മമ്മ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കുക. മറ്റുള്ളവർക്ക് ജീവിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥപൂർണവും മനോഹരവുമാകുമെന്നതാണ് ബോധ്യപ്പെടുത്തുന്നതാണ് അമ്മമ്മയുടെ ജീവിതം. മാതൃത്വത്തിൻ്റെ മഹനീയതയാണ് അവരിൽ നിറഞ്ഞു നിൽക്കുന്നത്. അമ്മ ഇല്ലാത്ത 3 കുട്ടികളെ വളർത്തി വലുതാക്കാൻ വേണ്ടിയാണ് സകല ക്ലേശങ്ങളും അനുഭവിക്കുന്നത്. നിറം മങ്ങിയ സാരിയും കമ്മലുകളില്ലാത്ത കാതും ചെരുപ്പുകളില്ലാത്ത കാലുകളുമായി നടക്കുന്ന അവരുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. മകളുടെ മരണം അവരെ ഏറെ ദുഃഖത്തിലാക്കി. പേരക്കുട്ടികളുടെ സംരക്ഷിക്കേണ്ടുന്ന ചുമതല ആ വൃദ്ധയുടെ മാത്രം ചുമതലയായി. കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എന്തും സഹിക്കാൻ അവർ തയ്യാറാണ്. മകളുടെ മരണത്തോടെ മരുമകനും ഉപേക്ഷിച്ചു പോയി. 3 മക്കളെ സംരക്ഷിക്കേണ്ട ചുമതല വിധവയായ ആ മുത്തശ്ശിയുടെ മാത്രം ചുമതലയായി. അപ്പോഴും കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി മാറ്റാനുള്ള മാതൃസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ആ മുത്തശ്ശിയെ ഒരിക്കലും മറക്കാനാവില്ല. ഇനി അടുത്തത് അധ്വാനിക്കുക, അനുഭവിക്കുക, ആഹ്ലാദിക്കുക എന്നതാണ് കേരളീയ ജീവിതാദർശം. അതിനനുകൂലമായ സാഹചര്യം ഇവിടുത്തെ പ്രകൃതിയും പൂക്കളും ആണ്ടറുതികളും ഒരുക്കി തരുന്നു. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട സൗഭാഗ്യത്തിൻ്റെ സ്വപ്നങ്ങളാണ് എങ്കിൽ കൂടി പൂക്കളും ആണ്ടറുതികളും. വീട്ടിൽ ഈ നിരീക്ഷണവും കേരളത്തിലെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളും പരിഗണിച്ച് ആഘോഷങ്ങളും അധ്വാനവും ആഘോഷവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക.
കേരളത്തിൻ്റെ മനോഹരമായ പ്രകൃതിയും പൂക്കളും കാർഷിക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളുമെല്ലാം ചേർന്നതാണ് മലയാളികളുടെ ജീവിതം. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇവയ്ക്കെല്ലാം മാറ്റം വന്നു. പ്രകൃതിയെ നശിപ്പിച്ചും കൃഷിയെ മറന്നുകൊണ്ടുമുള്ള പ്രവർത്തനങ്ങളാണ് മനുഷ്യർ നടത്തിയത്. അതിൻ്റെ എല്ലാം ഫലമായി നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരവും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. എന്നാൽ പ്രകൃതിയെയും കൃഷിയെയും മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് തന്നെ ദോഷമായി തീരുമെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ നഷ്ടപ്പെട്ടു പോയ സംസ്കാരവും ആഘോഷങ്ങളുമെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നാടിൻ്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇതെല്ലാം വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ കുറേയൊക്കെ തിരിച്ചു പിടിക്കാനായിട്ടുമുണ്ട്. അതിനാൽ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയാനാവില്ല. പ്രകൃതിയെ അതിൻ്റെ തനിമയിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. ഇനി അടുത്തത് ഒരു ആസ്വാദനക്കുറിപ്പാണ്. കവിതയുടെ പ്രമേയം ആസ്വാദനാശയങ്ങൾ, പ്രയോഗഭംഗി എന്നിവ വെച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം വായിച്ചു നോക്കുക, പദ്യഭാഗം നല്ലവണ്ണം വായിച്ചു നോക്കുക. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം കവിതയുടെ പ്രമേയത്തെക്കുറിച്ചും കവിത എഴുതിയ ആളെക്കുറിച്ചൊക്കെ നമ്മളൊരു തുടക്കത്തിൽ അതൊക്കെ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായി വീണ്ടും കാണാം. താങ്ക്